ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് കടച്ചക്ക കൊണ്ടൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പകുതി കടച്ചക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം മൂപ്പാവാത്ത കടച്ചക്കയാണ് കേട്ടോ ഇത്. ഇനി അത് നമുക്ക് വേവിക്കാനായി വെക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അത് വേവുന്നതിന് ആവശ്യമുള്ള വെള്ളവും അതുപോലെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ ഇത് നല്ല പോലെ വെന്ത് കിട്ടാൻ. ഇത് ഒത്തിരി അങ്ങോട്ട് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് പാകം നോക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് സമയം ആ ചട്ടിയിൽ തന്നെ ഇരുന്ന വെള്ളം ബാക്കിയുള്ളത് കൂടി ഒന്ന് വറ്റിപ്പോയിട്ട് ഇത് പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ ഒരല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പിലയും അതുപോലെ വറ്റൽ മുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ല എരിവുള്ള വറ്റൽ മുളകാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുണ്ടാവണം മെഴുക്ക് പുരട്ടിക്കൊക്കെ, എന്നാലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുഴഞ്ഞു പോകാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മെഴുക്ക് പുരട്ടിക്ക് ഉണ്ടാവുക. അധികം മൂപ്പാവാത്ത കടച്ചക്കയാണ് കേട്ടോ ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.